ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഈ സന്ധ്യയിൽ നമുക്ക് എല്ലാവർക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏകമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഈ വർഷത്തെ മണ്ണാരത്തറ കൺവെൻഷന്റെ ആരംഭ യോഗത്തിൽ പങ്കെടുക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവനാമത്തെ സ്തുതിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നാം ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. ലോകം മൊത്തത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയിൽ കഴിയുകയാണ്. അഭൂതപൂർവമായ പ്രവചനാതീതമായ ഒരു കാലയളവിലാണ് നാം ഒക്കെ ആയിരിക്കുന്നത്. എന്നാൽ ഈ കാലയളവിലും ദൈവത്തിന്റെ വചനം വിരളമായി പോയി എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം ദൈവം ഈ നാളുകളിൽ ധാരാളം ദൈവത്തിന്റെ വചനം തന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വരുന്ന 3 ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടെ തീരുമാനിച്ചു. ഇന്ന് അതിന്റെ ആരംഭ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരെയും സ്നേഹപൂർവ്വം ദൈവത്തിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അനേക ദൈവദാസന്മാർ, അനേക വിശ്വാസികൾ, പാസ്റ്റർമാർ ഒക്കെ ജോയിൻ ചെയ്തു. ആരുടെയും പേരുകൾ പറഞ്ഞ് ആരെയും വിട്ടുപോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സഹോദരൻ ചാക്കോ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ഇപ്പോൾ ആരംഭിക്കുന്നതും അതിനുശേഷം സഹോദരൻ ജോസ്ലി എബ്രഹാം പാട്ടുകൾ പാടുകയും ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കുന്നുണ്ടല്ലോ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുമുമ്പാകെ പിന്നെയും 2000-ന്റെ അവസാന കാലഘട്ടങ്ങളിൽ കടന്നു വരുവാൻ കർത്താവേ, കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയാക്കിയ വലിയ സ്നേഹത്തിനായി, കരുതലിനായി നന്ദി പറയുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടെ രാജ്യങ്ങളും ദേശങ്ങളും കടന്നു പോകുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഇത്രത്തോളം സാവകാശം തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ മണ്ണാർത്തറ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ ഇപ്പോൾ ഡിജിറ്റലായി നടത്തുന്നതിനാണ് അവിടുന്ന് സഹായിച്ചത്. അതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പരിതസ്ഥിതി എത്രയും വേഗം മാറി ദൈവത്തെ ഞങ്ങൾ മുഖാമുഖമായി കണ്ടുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമെന്നത് ഞങ്ങളുടെ വലിയ പ്രത്യാശയാണ്. അത് ഞങ്ങൾ ഓർത്ത് അങ്ങേ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിക്കണമേ, കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ പ്രാരംഭ ദിവസത്തിൽ ലീഡ് ചെയ്യുന്ന മോനിച്ചനായി ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവനെ, കർത്താവ് ഈ ദിവസങ്ങളിൽ വിവിധങ്ങളായ പരീക്ഷകൾ ഉണ്ടെങ്കിൽ കർത്താവ് നിലനിർത്തുന്നു, സഹായിക്കുന്നു. അതിനായി സ്തുതിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്നത്തെ മീറ്റിംഗിലേക്ക് വചന സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ സാം കെ ജോണിനെ അയച്ചതിനാൽ തിരുനാമത്തിന് സ്തോത്രം. താൻ മുഖാന്തരം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നെ അനുഗ്രഹിക്കണമേ, തന്റെ കുടുംബത്തെ ഓർക്കണമേ. ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കാൻ പ്രിയ ജോസിനെ അവിടുന്ന് കൃപ ചെയ്ത് സഹായിച്ചതിനായി സ്തോത്രം. പ്രിയപ്പെട്ടവനൂടെ കേൾക്കുന്ന നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് ആത്മീയ പ്രചോദനത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ഞങ്ങൾക്കൊക്കെയും കർത്താവെ, ഗാനങ്ങളും ശുശ്രൂഷകളും കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മണലേലെ ആ ദുഃഖഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവ് കർത്തസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടതിനാൽ കുടുംബാംഗങ്ങളൊക്കെയും ദുഃഖിതരാണെന്ന് ഞങ്ങൾക്കറിയാം. നീ വരെ ആശ്വസിപ്പിക്കണമേ, നീ വരെ കൃപ നൽകി സഹായിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ച് പിന്നെയും മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകവും കൊറോണ ഭീതിയാൽ ഭാരപ്പെടുന്നവരെ കർത്താവ് സഹായിക്കണമേ. രോഗത്തിൽ നിന്ന് ദേശത്തെയും രാജ്യത്തെയും വിടുവിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ സഭയെ കർത്താവ് ഈ ആളുകൾ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ നിന്നും വിവിധങ്ങളായ രാജ്യങ്ങൾ ജോലി ചെയ്ത് ദൈവനാമത്വത്തിനായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ആത്മീയ പൈതൃകം നീ അവർക്ക് കൊടുത്തിരിക്കാൻ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങൾ കർത്താവിന് വേണ്ടി അഭിമാനമുള്ള സാക്ഷികളായി ആറാത സ്ഥലങ്ങളിൽ ജീവിക്കുവാൻ നീ അവരെ ഒരുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിലൂടെ കർത്താവെ ഞങ്ങൾ വളർച്ച പ്രാപിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാനൊക്കെ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബഹുമാനവും ഞങ്ങൾ അവിടുത്തെ തൃപ്പാദപീഠത്തിൽ അർപ്പിച്ചങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമം മുഖാന്തരമായി തന്നെ. ആമേൻ. ആമേൻ. പ്രിയ ജോസ്ലിയെ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലൂടെ വലിയ ദൈവത്തെ മഹത്വപ്പെടുവാൻ ദൈവം ഇടയാക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം കാര്യങ്ങളെ അനുകൂലമാക്കിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദിയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഗാനം ചേർന്ന് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനേ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങേ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങേ വിശ്വസിക്കുന്നു ഞാൻ.
വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അടുത്ത ഗാനവും നമുക്കെല്ലാവർക്കും ചേർന്ന് പാടുവാൻ കഴിയുന്ന ഗാനമാണ്. പരിശുദ്ധൻ മഹോന്നതദേവൻ പരം എങ്ങും വിളങ്ങും മഹേശൻ. അവൻ അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നമ്മുടെ നിത്യനായ പിതാവാണ്. കോടാകോടിതൻ ദൂതരുമായിട്ട് എത്രയും വേഗം അവൻ നമ്മെ സ്വീകരിക്കാനായിട്ട് കടന്നു വരുന്നു. ആ വലിയ പ്രത്യാശയോടുകൂടി നമുക്ക് ഈ ഗാനം ഒരുമിച്ച് ചേർന്ന് പാടാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനാം മസിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനാം മസിഹ. ആഹാ അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മസിഹ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം,
മസിഹ. ആഹാ കോടാകോടി തൻദൂത സൈന്യവുമാ മേഘാരൂഢനായി വരും നിതാവിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മസിഹ. കോടാകോടി തൻദൂത സൈന്യവുമാ മേഘാരൂഢനായി വരും നിതാവിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മസിഹ. ആഹാ താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ പ്രിയ ജോസ്ലിയെ ദൈവം സഹായിച്ചു. ദൈവനാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് ഈ സന്ധ്യയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്ന് വചന ശുശ്രൂഷ പ്രിയ സാം ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായി ഒരല്പ സമയം മണ്ണാറത്തറ കൺവെൻഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ പ്രിയ മാത്യു സാറ് മണ്ണാറത്തറ കൺവെൻഷന്റെ ആരംഭത്തെക്കുറിച്ചും ആരംഭ നാളുകളിൽ സഭയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഒക്കെ പല കാര്യങ്ങളും പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് മറ്റൊരു തലമുറ, ഒരു തലമുറ കഴിഞ്ഞുള്ള ആളാണ് ഞാൻ. ആ നിലയിൽ രണ്ടാമത്തെ ഒരു തലമുറയിൽപ്പെട്ട ആൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില കാര്യങ്ങൾ ഇന്ന് പറയുമ്പോൾ അത് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനമായി തീരുവാനും നമ്മുടെ വരുന്ന തലമുറ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്തുന്നവരുമായിരിക്കുവാൻ തക്കവണ്ണം ഇത് ചരിത്രപരമായ കാര്യമാണെങ്കിൽ പോലും അത് ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ ഏതാണ്ട് 1960കളിലെ ഓർമ്മ, അതിനുശേഷമുള്ള ഓർമ്മയാണ് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുന്നത്. ആ കാലത്ത് വേറെ കൺവെൻഷനുകളൊന്നും നമ്മുടെ തൊട്ടടുത്ത് ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. നെല്ലിക്കാമണ്ണിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണാറത്തറയിലാണ് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നത്. മാത്യു സാറ് അറിവുള്ളതനുസരിച്ച്
1950 മണ്ണാരത്തറ കൺവെൻഷൻ ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്നോളം ആ കൺവെൻഷൻ തുടരുവാൻ കർത്താവ് സഹായിച്ചു. അത് നിമിത്തം അനേക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടവന്നിട്ടുണ്ടെന്നുള്ളത് വളരെ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അന്ന് മണ്ണാരത്തറ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പന്തലിട്ട് തറയിൽ നിലത്ത് കണയോലയൊക്കെ വിരിച്ച് ഇരുന്നാണ് അന്നത്തെ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. നമ്മുടെ വീടുകളിൽ നിന്നും ഓലയും തൂണും ഒക്കെ കൊണ്ടുവന്ന് ആ ദിവസം തുടങ്ങുന്ന ദിവസം പന്തലൊക്കെ ഇട്ട് യോഗം അവിടെ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് ബെഞ്ചുകളും അതുപോലെ കസേരയും ഒക്കെ ഇട്ട് അതിലിരുന്ന് കൺവെൻഷൻ നടത്തുവാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഈ യോഗം തുടങ്ങുന്നതിന് മുൻപായി അന്നത്തെ പാട്ടുകാരായിട്ടുള്ള KS ജോർജ്, AP കോമള എന്നിവരുടെ പാട്ടുകൾ നാം കേൾക്കുകയുണ്ടായി. വാസ്തവത്തിൽ അക്കാലത്ത് ഇന്നത്തെ പോലെയുള്ള പാട്ടുകളോ മ്യൂസിക്കുകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ പാട്ടുകൾ വളരെ വളരെ എല്ലാവരെയും ആകർഷിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഇന്ന് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ വളരെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന പാട്ടുകളായി ആ പാട്ടുകൾ ഞങ്ങളെ പോലെയുള്ള എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ തോന്നും. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് എത്രമാത്രം ആ പാട്ടുകൾ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വലിയ വലിയ സന്തോഷമാണ് ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ പോലെ നമ്മുടെ സഭയിൽ അന്ന് വലിയ സൗകര്യങ്ങളുള്ള വീടുകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന കർത്തൃദാസന്മാർ അന്ന് മണ്ണാരത്തറ നമ്മുടെ സ്കൂളിലാണ് താമസിച്ചിരുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വീടുകളിൽ നിന്ന് കട്ടിലും മറച്ചു വെക്കാനായിട്ട് സ്ക്രീനുകളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ അവരെ പാർപ്പിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്യുക പതിവായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി തീരുവാൻ എനിക്കും ഇടവന്നിട്ടുണ്ട്. പ്രത്യേകാൽ രാത്രി സമയത്ത് ഈ ഉപദേശിമാർക്ക് കൂട്ടുകിടക്കാനായിട്ട് ഞങ്ങൾ കുറെ പേര് ഉണ്ടായിരുന്നു. KV മാത്യു സാറ്, വാഴയിലെ തങ്കച്ചൻ, പുന്നവേലിലെ പൊന്നച്ചൻ, തുരുത്തിക്കാട്ടിലെ ജോസ്, പിന്നീട് രാജു, ഇങ്ങനെ രാത്രി ഉപദേശിമാരുടെ കൂടെ കൂട്ടുകിടക്കുന്ന ഒരു വലിയ അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. പല കാര്യങ്ങൾ പറയുവാൻ കഴിയുമെങ്കിലും ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അന്ന് കർത്തൃദാസന്മാരായ Y. എസക്കിയേൽ, നൈനാപിള്ള, കൊല്ലത്തുള്ള ഒരു സുവിശേഷകനായിരുന്നു. അവരുടെ രാത്രിയിലെ പ്രാർത്ഥനാ ജീവിതം എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളതാണ്. രാത്രി നീണ്ട മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന വാക്കല്ല, കരയുന്ന, ഓലയോല കരയുന്ന ദൈവദാസന്മാർ. ഇവർ രണ്ടുപേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മറ്റെല്ലാ ദൈവദാസന്മാരും രാത്രികളിൽ അവർ എത്ര സമയം, മണിക്കൂറുകൾ അവർ പ്രാർത്ഥിക്കുവാനും കരയുവാനും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വളരെ ഒരു സവിശേഷതയായി കാണുവാൻ കഴിയും. അത് പകർത്തുവാൻ നമുക്കെല്ലാം കഴിയേണ്ടത് ആവശ്യമാണ്. മണ്ണാരത്തറ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വരുന്ന ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് പകൽ കൺവെൻഷനുള്ള പന്തൽ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ഇന്ന് വാഴയിൽ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും വല്യപ്പച്ചൻ, അദ്ദേഹം ബൈബിളിന്റെ മാഹാത്മ്യം അവിടെ പറയും. അതോടുകൂടിയാണ് യോഗം ആരംഭിക്കുന്നത്. എന്നെ വളരെ ജീവിതത്തിൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ ബൈബിളിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. ഞാൻ ഇടക്കാലത്ത് വാഴയിലെ അമേരിക്കയിലായിരിക്കുന്ന കുഞ്ഞുമോനുമായി സംസാരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം ആ ബൈബിളിന്റെ മാഹാത്മ്യം മലയാളത്തിൽ എനിക്ക് എഴുതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അതിന്റെ ഒരു കോപ്പി എനിക്ക് തരികയുണ്ടായി. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ബൈബിളിന്റെ മാഹാത്മ്യം ഇംഗ്ലീഷിൽ ഉള്ളത് മനസ്സിലാക്കുവാനും ഈ കഴിഞ്ഞ നാളുകളിൽ
എന്റെ സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ബൈബിളിന്റെ മാഹാത്മ്യം പഠിപ്പിക്കുകയും അത് അവരെ കാണാതെ പഠിക്കുവാനായി പ്രേരിപ്പിച്ച് അത് അവരെ കൊണ്ട് ചൊല്ലിക്കുവാനായി ഞാൻ എപ്പോഴും മുതിർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും റിയാദിലുള്ള ഒരു കൊച്ചു കുഞ്ഞ് ബൈബിളിന്റെ മഹാത്മ്യം സൺഡേ സ്കൂളിൽ പറയുകയുണ്ടായി. അത് പഠിക്കണം, വരുന്ന തലമുറ അത് ചൊല്ലണം. അതേറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ആർക്കെങ്കിലും അത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അത് തരാവുന്നതാണ്. ഇന്ന് ജോസ്ലി പാടിയ പോലെയുള്ള പാട്ടൊന്നും വന്നില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ചെറുപ്പക്കാര് യോഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പാടാനുള്ള സമയം തരുമായിരുന്നു. അന്ന് ഞങ്ങളെ സ്റ്റേജിൽ ഒന്നും കയറ്റി പാടുകയില്ലായിരുന്നു. സ്റ്റേജിന്റെ ഒരു സൈഡിൽ കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന് തമ്പേറും ചിഞ്ചിലും ഒക്കെ അടിച്ച് പാടുന്ന ഒരു സമയം അന്നുണ്ടായിരുന്നു. പിന്നീടാണ് സ്റ്റേജിലൊക്കെ കയറി പാടാനായിട്ട് ഇടവന്നിട്ടുള്ളത്. എന്നാൽ അന്ന് മുതിർന്നവരായി പാട്ട് പാടുന്ന ചിലരെന്റെ മനസ്സിലുണ്ട്. ഇടമണ്ണിലെ ജോയ് സാറ്, പന്നിവിളെ മത്തായി ചായൻ, വാഴയിലെ പപ്പ, എനിക്ക് തോന്നുന്നത് ആലുമൂട്ടിലെ ജോർജ് ഏട്ടനും പാട്ടുകൾ പാടുമായിരുന്നു എന്നാണ്. അതുപോലെ കാനാത്രയിലെ ജോർജ് സാറ്, കെ വി മാത്യു സാറ്, ഇവരൊക്കെ അക്കാലത്ത് പാട്ടുകളിൽ സഹായിച്ചിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ സ്നേഹത്തോടുകൂടെ ഞാനിപ്പോൾ ഓർക്കുന്നു. അതുപോലെ തന്നെ ഉപദേശിമാർ ഈ സ്കൂളിൽ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ടി പാചകം ചെയ്യുവാനായിട്ട് നമ്മുടെ സഭയിലുള്ള സഹോദരിമാർ, അമ്മച്ചിമാർ വളരെ തുനിഞ്ഞിട്ടുള്ളത് ഈ സമയത്ത് ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വല്യമ്മച്ചി മുതൽ കാനാത്രയിലെ അമ്മ, തുരുത്തിക്കാട്ടിലെ കുഞ്ഞമ്മ സാർ, മുരുപ്പയിലെ അമ്മ, പനയ്ക്കമണ്ണിലെ അമ്മ, ഇങ്ങനെ ഞാൻ ആരുടെയും പേര് വിടുകയല്ല. പക്ഷേ അങ്ങനെ എത്രയോ നമ്മുടെ അമ്മച്ചിമാർ ദൈവത്തിന്റെ ദാസന്മാരെ സ്വീകരിച്ച് അവർക്കായി രാവും പകലും അധ്വാനിച്ചത് ഞാൻ പറയാതെ പോയാൽ ശരിയാവുകയില്ല. പ്രസംഗകരായി വന്നിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ദൈവദാസന്മാരെ ഞാൻ ഓർക്കുന്നു. എന്റെ ഓർമ്മയിൽ സായിപ്പന്മാർ അനേകരും വന്ന് ശുശ്രൂഷിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അതൊരു പ്രത്യേകതയായിരുന്നു. ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്ന ആ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ തദ്ദേശീയരായിട്ടുള്ള ഡോക്ടർ കുഞ്ഞപ്പൻ ജോൺ, ഡോക്ടർ നമ്പൂതിരിപ്പാട്, ഇവരൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നവരായിരുന്നു. അതുകൂടാതെ കെ ജി കുര്യൻ, വി ടി മത്തായി, കോട്ടയത്തുള്ള കുരിയാച്ചൻ ഉപദേശി, എം ഇ ചെറിയാൻ, ടി കെ സാമുവേൽ, വി പി ജേക്കബ്, നൈനാപിള്ള, ഇങ്ങനെ അനേക സുവിശേഷകന്മാരുടെ പേരുകൾ എന്റെ ശ്രദ്ധയിലുണ്ട്. അവരുടെ ശുശ്രൂഷകളൊക്കെ എത്ര അനുഗ്രഹമായിരുന്നു! എന്തൊരു ഗാംഭീര്യമുള്ള ശുശ്രൂഷകളാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വൈ എസക്കിയൽ സാറിന്റെ ക്ലാസുകൾ എത്രയോ അനുഗ്രഹമായിരുന്നു. 1960 അവസാനത്തിൽ സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും എന്നുള്ള ക്ലാസുകൾ താൻ എടുത്തത്, അതിന്റെ നോട്ടുകൾ ഇപ്പോഴും എന്റെ പക്കലുണ്ട്. അന്ന് അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ആശ്ചര്യമായിരുന്നു അത് കേൾക്കാൻ, സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കെ ജി കുര്യച്ചൻ അവസാനത്തെ യോഗത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും തന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് ഇപ്പോൾ വരുമെന്നുള്ള ചിന്തയായിരുന്നു അന്ന് മനസ്സിൽ ഉണ്ടാകുമായിരുന്നു. ദൈവത്തിന്റെ വലിയ ദാനങ്ങളായിരുന്നു അവരൊക്കെ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. അന്ന് ഉപദേശിമാർക്ക് കൂട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ അനേകർ അവിടെ കൂട്ട് കിടക്കാറുണ്ട്. അന്ന് രാവിലെ വെളുപ്പിന് പ്രഭാത സന്ദേശം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അനേകരുണ്ട്,
രാവിലെ 5 മണി കഴിയുമ്പോൾ പ്രഭാത സന്ദേശം ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ഒരു സമയമായിരുന്നു. അന്ന് വളരെ സന്തോഷത്തോടുകൂടെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൺവെൻഷനെ സംബന്ധിക്കുവാൻ എനിക്കിടയായത്. അവിടെ ഒരു കാര്യം എനിക്ക് സങ്കടമുളവായത്, ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഞായറാഴ്ച ആരാധന യോഗം കഴിയുമ്പോൾ ചുറ്റുപാടുള്ള പള്ളികളിലുള്ള വിശ്വാസികൾ എല്ലാവരും അവിടെ കടന്നു വന്ന് വലിയ ഒരു യോഗമായി അത് പര്യവസാനിക്കുന്നത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവരെ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. സഹോദര സഭകളിലുള്ള ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഉപദേശത്തിന്റെ തലനാരിഴകൾ കീറി സ്വയത്തിലേക്ക് നാം ഒതുങ്ങിയതാവണം. അത് പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. അന്നത്തെ കൺവെൻഷനുകൾ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുവേ എന്നുള്ള പാട്ട് പാടി അവസാനിക്കുമ്പോൾ എല്ലാ യോഗങ്ങളിലും കണ്ണുനീർ ഉണ്ടായിട്ടുണ്ട്. നാം ഇപ്പോൾ ഞെരുക്കത്തിൽ കഴിയുകയാണ്. വിശാലത വരുത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, പിന്നെയും ദൈവം അവസരങ്ങൾ നൽകട്ടെ എന്ന്. എന്തിനാണ് ദൈവം കോവിഡ് അയച്ചത്? നമുക്കത് വ്യക്തമാകണം. ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ ദൈവം എല്ലാം തുറക്കും. അല്ലെങ്കിൽ കർത്താവ് വരും. അത് കഴിയുമ്പോൾ നാം അതിനായി ഒരുങ്ങിയോ? കോവിഡ് കഴിയുമ്പോൾ കർത്താവ് വന്നാലോ? വരും, വരാതിരിക്കില്ല. എപ്പോൾ എന്ന് മാത്രമേ നമുക്ക് അറിയാതെ ഇരിക്കുന്നുള്ളൂ. കർത്താവ് വരട്ടെ, കർത്താവ് വരണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നാം ഇരിക്കുന്നു. ആമേൻ, കർത്താവേ വരണമേ എന്നുള്ള ആ വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ KC ചാക്കോ പ്രാർത്ഥിച്ച് നാം വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. മൈക്ക് മ്യൂട്ടാണ്. KC ചാക്കോയുടെ മൈക്ക് ഓൺ ചെയ്യാം. മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞു. KC ചാക്കോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾക്കുന്നില്ല. കേൾക്കാം, പ്രാർത്ഥിച്ചോ. ഈ ധന്യ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഇന്ന് രാത്രി ഈ നിലയിൽ ഞങ്ങൾ കൂടി വന്നപ്പോൾ നിരവധിയായ ഓർമ്മകൾ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് കർത്താവേ. ഞങ്ങളിപ്പോൾ ഓർത്തതുപോലെ ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുമ്പ് മണ്ണാരത്രയിൽ ആരംഭിച്ച കൺവെൻഷൻ കഴിഞ്ഞ വർഷം വരെയും അത് തടസ്സം കൂടാതെ നടക്കുവാൻ തക്കുന്ന ഇടയായി. എന്നാൽ ഇപ്പോൾ വളരെ സങ്കീർണമായ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് കർത്താവേ. ഒരുപാട് പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് ഈ നിലയിൽ ഒരു കൺവെൻഷനാണ് അവിടത്തേക്ക് പ്രസാദം തോന്നിയത്. അതിനും ഞങ്ങൾ ആമേനെന്ന് പറയുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാര് തുടങ്ങി വെച്ച ഈ കൺവെൻഷൻ അവരൊക്കെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എന്നാൽ കർത്താവെ, തലമുറകൾ മാറ്റപ്പെട്ടപ്പോൾ എത്രയോ വിശ്വസ്തന്മാരായ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് അവരൊക്കെ കടന്നുപോയി. നല്ല ഉദ്ദേശത്തോടുകൂടി കർത്താവെ സ്ഥാപിയെ തുടങ്ങി വെച്ച ഈ കൺവെൻഷനിൽ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് കർത്താവിന് വേണ്ടി നിലനിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നുപോയപ്പോഴും തലമുറകളായി ഞങ്ങൾക്കിതും ഇന്ന് കഴിഞ്ഞ വർഷം വരെയും ഈ കൺവെൻഷൻ നടത്തുവാൻ നിൽക്കുന്ന ഇടയായി. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു അല്പമായ പരിമിതികളുടെ നടുവിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ, ഈ നിലയിൽ കൂടി വരുമ്പോൾ കർത്താവെ, ഇന്ന് രാത്രി ഇതിലേക്ക് സഹകരിക്കുന്ന, ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഈ നിലയിൽ അവിടുത്തെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും
ഞങ്ങള് പഴയ ഓർമ്മകൾ പങ്കിടുകയും ദൈവവചനത്തിന് മുമ്പായിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളൊടുവിൽ ഓർത്തതുപോലെ ഞങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ അരുമനാഥൻ ഞങ്ങളെ ചേർത്ത് കൊള്ളുവാൻ വരുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഞങ്ങളെ ഇന്ന് രാത്രിയിലും ഭരിക്കുന്നത്. കർത്താവേ, നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ആ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഈ പരദേശവാസം കരിക്കുവാൻ തക്കവണ്ണം തുടർന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിന് മുമ്പായിരിക്കുവാൻ ഞങ്ങൾ പോകുന്നു. വചനം ശുശ്രൂഷിക്കുന്ന അവിടുത്തെ കൃത്യനെ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. പ്രിയ സാമിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ബാംഗ്ലൂരിന്റെ പ്രദേശങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും വിശേഷാല് കർത്താവെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി ദൈവവചനം ശുശ്രൂഷിപ്പാൻ നിന്റെ മകനെ ബലപ്പെടുത്തി ശാരീരികമായ ക്ലേശങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും താൻ ശുശ്രൂഷയിൽ എത്രത്തോളം മുന്നേറുവാൻ ഇടയാകുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന് വചനം കൊടുക്കണം കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് രാത്രി സംസാരിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ മനുഷ്യ വാക്കുകളെക്കാളുപരിയായി ദൈവിക വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ നിറവിൽ ഇന്ന് രാത്രിയുടെ വൃത്തിനെ ഉപയോഗിക്കണം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയ ചേച്ചിക്കായിട്ട് സ്തോത്രം. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർക്കണമേ. അവരൊക്കെ അവിടെയൊക്കെ അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഈ സൂം മീറ്റിംഗിന്റെ കർത്താവി അണിയറയിൽ പ്രവർത്തിക്കുന്ന ഇതിനെ ചുമൽ കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം കാര്യങ്ങളെ ഞങ്ങളുമായി ക്രമീകരിപ്പാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് സാവകാശം കൊടുത്തത് ഓർത്ത് സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുമ്പായിരിക്കുമ്പോൾ നെറ്റ്വർക്കുകളും ഇതരമായ സാങ്കേതിക കാര്യങ്ങളും ഒക്കെ അനുകൂലമാക്കി തീർത്ത് തുടർന്നുള്ള മിനിറ്റുകൾ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു എന്ന് സഹായിക്കണമേ. ആദ്യോടന്ന് ഞങ്ങളെ ഭരിക്കണമേ. മഹത്വമാനം അവിടുന്ന് തന്നെ എടുക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. പ്രിയ കർത്തൃദാസൻ സാം കെ ജോൺ ഇപ്പോൾ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. അദ്ദേഹം ബാംഗ്ലൂരിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം അനേക നിലകളിൽ ഈ നാളുകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എമ്മാഉസ് ബൈബിൾ കറസ്പോണ്ടൻസ് സ്കൂളിന്റെ ഡീനായിട്ട് താൻ പ്രവർത്തിക്കുന്നു. തന്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആ പ്രസംഗം ഇപ്പോൾ പ്രിയ സഹോദരൻ സ്റ്റാൻലി അബുദാബിയിൽ ഇരുന്നു കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ആയിരിക്കും. Thank you, Monchan. May the Lord's name be exalted amidst us this evening. ഈ സന്ധ്യയിൽ കർത്താവിന്റെ നാമം നമ്മുടെ ഇടയിൽ മഹത്വപ്പെടുമാറാകട്ടെ. I thank the Lord for this blessed occasion. ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I would like to extend my warm greetings and love to all of you who have joined through this Zoom platform. ഈ സൂമിലൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുന്നു. I also would like to thank the Manarathara Assembly for giving me this honor and privilege to be part of this convention and also to minister from God's word. മനാർത്ഥ അസംബ്ലി ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പദവി നൽകുകയും എനിക്ക് ശുശ്രൂഷ ഫലമേൽപ്പിക്കുകയും ചെയ്തതിനാൽ അസംബ്ലിക്കുള്ള നന്ദിയും അറിയിക്കുന്നു. Even as we look at God's word, may the Lord bless his word to each one of us. നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവിക ചിന്തകൾ വേദപുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ ചിന്ത അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. When we look at mankind, we all have a natural tendency to boast about our strengths and successes. മനുഷ്യവർഗത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ കഴിവിലും വിജയത്തിലും ആഹ്ലാദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. But dear brothers and sisters, however, when we think about our imperfections and weaknesses, we always tend to cover them up. നമ്മുടെ പരാജയങ്ങളെ കുറിച്ച് നമ്മുടെ വീഴ്ചകളെ കുറിച്ചുള്ള ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ അത് മറച്ചു വയ്ക്കുവാനാണ് നാം പലപ്പോഴും താല്പര്യപ്പെടുന്നത്. We are not comfortable talking about some of our weaknesses. അതിനെ സംബന്ധിച്ച് പറയുവാനായിട്ട് നമുക്ക് വലിയ താല്പര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. But when we look at the scripture, especially in the life of Apostle Paul, a man who had so much of strength and success, he did not hesitate to talk about some of his weaknesses.
നാം വചനത്തിലേക്ക് തിരിയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിക്കുകയാണെങ്കിൽ, അവന്റെ വളരെയധികം കഴിവുകളും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നപ്പോൾ തന്നെ തന്റെ ആ ഒരു ബലഹീനതകളിൽ താൻ പ്രശംസിച്ച ചരിത്രം നമുക്കറിയാം. In fact, he went on to boast about his weaknesses. അവന്റെ ആ ബലഹീനതകളിലാണ് അവൻ പ്രശംസിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. We will look at a passage from 2 Corinthians, very familiar passage, 2 Corinthians chapter 12 and verse 6 to 10. I would request brother to read that. വളരെ നമുക്ക് പരിചിതമായ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള 10 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വായിക്കാം. ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാവുകയില്ല, സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. May the Lord bless these words today to us. കർത്താവ് ഈ വചനത്താൽ നമ്മെ ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. We all know that Paul had many opponents in his ministry. അപ്പോസ്തലനായ പൗലോസിന് വളരെ എതിരാളികൾ അവന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം. There were some Judaistic preachers who wanted to discredit Paul. യഹൂദ്യരായ ചില പ്രാസംഗികരും ഉപദേഷ്ടാക്കളും അവനെ അത്തരത്തിൽ താറടിച്ചു കാണിക്കുവാൻ വളരെ ശ്രമിച്ചിട്ടുണ്ട്. They were always boasting about their spiritual heritage and their spiritual experiences. അവരുടെ ആത്മീയതയിൽ അവർ തന്നെ അഭിമാനിക്കുന്നവരായിരുന്നു അവരൊക്കെ. At the same time, they also grabbed onto every opportunity to attack Paul by pointing out some of his weaknesses. അതേസമയം തന്നെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും അപ്പോസ്തലനായ പൗലോസിനെ അവന്റെ ബലഹീനതകളെ മുഖാന്തരമായി താറടിച്ചു കാണിക്കുവാനും അവർ വളരെ ഉത്സാഹിച്ചിട്ടുണ്ട്. They wanted to show the believers in many churches that they were superior to Apostle Paul. അപ്പോസ്തലനായ പൗലോസിനേക്കാൾ ഞങ്ങൾ വളരെ ശ്രേഷ്ഠന്മാരാണെന്ന് കാണിക്കുവാനാണ് അവരങ്ങനെ ശ്രമിച്ചത്. For instance, Paul was not trained public speaker. പൗലോസ് ഒരു പബ്ലിക്കായിട്ട് ഒരു പൊതുസ്ഥലത്തെ പ്രാസംഗികനായിട്ട് ഒരിക്കലും അറിയപ്പെട്ടിരുന്നില്ല. So they kept on pointing that to him. അതാണ് അവരെപ്പോഴും അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. Like this, Paul had several weaknesses in his life which made him feel vulnerable before others. അങ്ങനെയുള്ള പല പോരായ്മകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെ അവൻ മുറിക്കപ്പെടത്തക്കവണ്ണമുള്ള, അവനെ വ്രണപ്പെടുത്തുവാനുള്ള സാധ്യതകളായിട്ട് അവർ കണക്കാക്കി. Brothers and sisters, Apostle Paul was silent about all this for many years. വളരെ വർഷങ്ങൾ അവൻ അതിനെക്കുറിച്ച് വളരെ മൗനമായിട്ട് ഇരുന്നു, പ്രിയപ്പെട്ടവരെ. But then Paul later felt he need to speak out very clearly on those matters. എന്നാൽ പിന്നീട് പൗലോസിന് തോന്നി ആ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത് നന്നായിരിക്കുമെന്ന്. That is why in 2 Corinthians we read about Paul defending himself. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നത് അവനെ തന്നെ അവൻ മറ്റുള്ളവരുടെ മുമ്പാകെ അവൻ കാണിക്കുന്നതായിട്ട്, അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നതായിട്ട്. Especially if you look at chapter 11 and the first part of chapter 12. 11-ാം അധ്യായവും 12-ാം അധ്യായത്തിന്റെ ആരംഭവും നാം പരിശോധിക്കുകയാണെങ്കിൽ Paul takes some time to talk about his own special spiritual experiences. തന്റെ തന്നെ ആത്മീകമായ ചില അവന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. No, he was mentioning that he too had very special revelations from God. അവൻ പറയുന്നുണ്ട് അവന് ദൈവത്തിൽ നിന്ന് വളരെ വലിയ വെളിപ്പാടുകൾ ലഭിച്ചിട്ടുണ്ട്. And then he mentions about one such experience. അങ്ങനെയുള്ള ഒരു വെളിപ്പാടിനെ കുറിച്ച് അവൻ ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. That he was even taken to the paradise and had an incredible experience.
അവൻ പറുദീസയോളം എടുക്കപ്പെട്ട ആ അനുഭവത്തെ കുറിച്ചാണ് അവൻ പറയുന്നത്. But Paul is not somebody who would go on boasting about such things. അത്തരത്തിലുള്ള ഒരു വലിയ വിഷയത്തെ കുറിച്ച് പോലും നിഗളഭാവത്തോടെ സംസാരിക്കുവാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. So he stops that topic, then he moves on to his own weaknesses. ആ വിഷയത്തെ കുറിച്ച് അധികം പറയാതെ തന്നെ അവിടെ നിർത്തിയിട്ട് തന്റെ ബലഹീനതകളെ സംബന്ധിച്ച് പറയുവാൻ അവൻ ആരംഭിക്കുകയാണ്. And he's now talking about one particular weakness that he had in his life. ഇപ്പോൾ അവൻ പറയുന്നത് അവന്റെ ജീവിതത്തിലുള്ള ഒരു പ്രത്യേക ആ താഴ്ചയെ കുറിച്ചാണ്. Maybe others knew about this problem. ഈ പ്രശ്നത്തെ കുറിച്ച് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അറിവുള്ളതായിരിക്കാം. Maybe some of his opponents were using this as a weapon to target Apostle Paul. അപ്പോസ്തലനായ പൗലോസിനെ ആക്രമിക്കുവാനുള്ള ഒരു ആയുധമായിട്ട് മറ്റു ചിലർ ഒരുപക്ഷെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടാവാം. So Paul is now turning the tables against them by saying about this weakness. ഈ ഒരു താഴ്ചയെ കുറിച്ച് അവനോട് മറ്റുള്ളവരോട് പറയുന്നത് മുഖാന്തരമായിട്ട് അവൻ അവരെ നിശബ്ദരാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Now look at verse 7 of 2 Corinthians chapter 12. 2 കൊരിന്ത്യർ 12:7 വാക്യം നോക്കുക. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. A thorn in the flesh. എനിക്കൊരു ശൂലം തന്നിരിക്കുകയാണ് ജഡത്തിൽ. This was a tormenting affliction in the life of Apostle Paul. അത് വളരെയധികം അസഹ്യമായ വേദന ഉളവാക്കുന്ന ഒരു ക്ലേശമായിട്ട് അവനെ സംബന്ധിച്ചിരിക്കുകയാണ്. Brothers and sisters, if you look at church history, many have speculated a lot of things about this phrase, thorn in the flesh. സഭാ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ജഡത്തിലെ ശൂലം എന്താണെന്നുള്ളതിനെ കുറിച്ച് അനേക അഭിപ്രായങ്ങൾ അനേകർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. Some have opined it may have been recurring fever episodes. ഒരുപക്ഷെ അത് അവന് തുടർച്ചയായുണ്ടായിരുന്ന പനിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. Some have said it could have been his eye problem. അവന്റെ കണ്ണിന്റെ പ്രയാസമാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. Or stammering tongue. അവന് വിക്കുള്ളവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. Or even a migraine. അല്ലെങ്കിൽ ഒരു കഠിനമായ തലവേദനയായിരുന്നു എന്ന് പറയുന്നുണ്ട്. Especially if you look at the early church fathers' writings, most of them have mentioned this as a possible migraine. സഭാപിതാക്കന്മാര് ആദ്യകാലത്ത് ഇതിനെ കുറിച്ച് എഴുതിയത് കഠിനമായ തലവേദനയായിട്ട് അവൻ ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ്. We cannot be sure about what this affliction was. ഇത് ഈ കഷ്ടത എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. There is no way by which we can very, very specifically talk about it. ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് പറയുവാനായിട്ട് അറിവുകളൊന്നുമില്ല. But whatever the affliction was, പക്ഷേ ഈ കഠിനമായ ക്ലേശം എന്തായിരുന്നാലും it was painful both physically and mentally. അപ്പോസ്തലനായ പൗലോസിന് അത് ശരീരത്തിലും അവന്റെ ഹൃദയത്തിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. If you look at these two words, thorn and flesh, in its original language, this is the picture we get. ജഡത്തിലെ ശൂലം എന്നുള്ളതിന്റെ മൂലഭാഷയിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ അർത്ഥം നമുക്ക് മനസ്സിലാവും. The word thorn is pointed spike. It was made out of metal, and then it has got the potential to cause deep pain. വളരെ അതിവേദന ഉളവാക്കുന്ന ഒരു കുന്തമുന കൊണ്ട് കുത്തുന്ന തരത്തിലുള്ള വേദനയായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. And the word flesh refers not only to the body but also to the mental well-being of a person. ജഡം എന്നുള്ളതിനെ സംബന്ധിച്ച് അവന്റെ മാനസികമായ ആ നല്ല ആരോഗ്യകരമായ മാനസികാവസ്ഥയെ കുറിച്ച് കൂടിയാണ് ആ ശരീരത്തിനേക്കാൾ അധികമായി പറയുന്നത്. Brothers and sisters, whatever the affliction was, it was so painful both physically and mentally for this man of God. സഹോദരി സഹോദരന്മാരെ, ഈ ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം എന്ത് അതായിരുന്നാലും അത് ശാരീരികമായും മാനസികമായും അവന് വളരെ വ്യഥയുണ്ടാക്കിയിട്ടുണ്ട്. And we also know for sure this was a chronic problem, a recurring problem. അത് തുടർമാനമായിട്ട് അവനെ ബാധിച്ചിരുന്ന പ്രശ്നമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാൻ സാധിക്കും. Because if you look at the word which is used here, a messenger of Satan to buffet me. സാത്താന്റെ ഒരു ദൂതനെ എനിക്ക് തന്നിരിക്കുന്നു എന്നാണ്
അയച്ചിരിക്കുന്നു എന്നാണ് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. It was something that was harassing him daily. അവന് നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It was something that was like made him feel unsettled in his life. അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ അത് അവനെ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And not only that, we can also be sure whatever this affliction was, it was not a trivial one. It was not a minor one. ഈ കഷ്ടത എന്നുള്ളത് അത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല അവനെ സംബന്ധിച്ച്. Especially if you look at 2 Corinthians chapter 11 from verse 22 to 27, Paul is talking about many of the difficulties that he went through in his life. 2 Corinthians 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 27 വരെ വാക്യങ്ങളിൽ അവൻ ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് പ്രയാസങ്ങളെ സംബന്ധിച്ച് അവൻ അവിടെ എഴുതിയിട്ടുണ്ട്. Chapter 11 verse 23 to 27. 11-ന്റെ 23 മുതൽ 27 വരെ. He talks about hunger, he talks about sleeplessness, he talks about weariness, he talks about nakedness, so on and so forth. പട്ടിണി, ആപത്ത്, പൈതാഹം, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ഇതെല്ലാം അവൻ പറഞ്ഞു വരികയാണ്. So Paul, if you look at his personality, he was somebody who could endure many problems in his life. അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു അവൻ. So he was not someone who would make a big fuss with a small problem. ചെറിയ ആ ഒരു പ്രയാസങ്ങളിൽ നിന്ന് വലിയ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല അവൻ. So if Paul, who had gone through so many difficulties in his life, if he picks upon this affliction and calls it a thorn in the flesh, this one was frustrating him so much. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു കാര്യം ഈ 7-ാമത്തെ വാക്യത്തിൽ ജഡത്തിൽ ഒരു ശൂലം എനിക്ക് തന്നിട്ടുണ്ടെന്ന് അവൻ പറയണമെങ്കിൽ അത് അവനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാർത്ത. Maybe this was affecting his ministry. അവന്റെ ശുശ്രൂഷയെ ഒരുപക്ഷെ ഇത് ബാധിക്കുന്നുണ്ടായിരിക്കാം. Maybe it was affecting his day-to-day life. അവന്റെ ദൈനംദിന ജീവിതത്തെ ഇതൊരു പക്ഷേ ബാധിക്കുന്നുണ്ടാവാം. Maybe it was making him feel very vulnerable before other people. മറ്റുള്ളവരുടെ മുമ്പാകെ വളരെയധികം വ്രണപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം അവനെ സംബന്ധിച്ചുണ്ടായിരിക്കാം. And what did Paul do about it? പൗലോസ് എന്താണ് അതിനെ സംബന്ധിച്ച് ചെയ്തത്? He did the right thing. He took the matter to the Lord in prayer. അവനൊരു ശരിയായ കാര്യം ചെയ്തു. അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ വിഷയം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. If you look at verse 8, 8-ാമത്തെ വാക്യം നോക്കിയാൽ, concerning this thing I pleaded with the Lord 3 times that it might depart from me. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. So he kept the matter in the Lord's presence. കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ ആ വിഷയം കൊണ്ടുവരികയാണ്. And the Bible is very clear. He prayed for deliverance. Let it depart from my life. അവൻ അതിന്റെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് വളരെ കൃത്യമായ വേദപുസ്തകം പറയുന്നുണ്ട്. Brothers and sisters, we all know that Paul believed in prayer. സഹോദരി സഹോദരന്മാരെ, പൗലോസ് പ്രാർത്ഥനയിൽ വളരെയധികം ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതെന്ന് നമുക്കറിയാം. You look at any of his epistles that he wrote, he gave so much of importance to prayer. അവൻ എഴുതിയ ഏതു ലേഖനങ്ങൾ പരിശോധിച്ചാലും ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെയധികം അതിനകത്ത് കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയും. He prayed for many people from different churches. അനേക സഭകളിൽ നിന്നുള്ള അനേക സഹോദരങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചവനാണ്. So therefore we can be sure when Paul prayed for his own affliction, he would have prayed with sincerity, expectation and faith. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെയും അതുപോലെ തന്നെ ഇത് നീങ്ങിപ്പോകുമെന്നുള്ള ആ അഭിവാഞ്ചയോടെയും ആത്മാർത്ഥമായിട്ടാണ് അവൻ അത് പ്രാർത്ഥിച്ചത്. Not only that, if you look at Paul's life, പൗലോസിന്റെ ജീവിതം പരിശോധിച്ചാൽ he has experienced God's deliverance multiple times. അനേക അവസരങ്ങളിൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചിട്ടുള്ളവനാണ് അവൻ. So therefore there is no doubt when Apostle Paul prayed, he prayed with sincerity and so much of faith. അതുകൊണ്ട് തന്നെ അവന്റെ പ്രാർത്ഥനകളൊക്കെയും ഏറ്റവും ആത്മാർത്ഥതയോടെ ഉള്ളതായിരുന്നു നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. And the scripture very interestingly mentions how many times that Paul prayed for this affliction. ഈ വിഷയത്തിനായിട്ട് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് വേദപുസ്തകം കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. He pleaded with the Lord
3 times. അവൻ 3 വട്ടം പ്രാർത്ഥിച്ചു. Now, this is something no very, very surprising, isn't it? അത് വളരെ അതിശയകരമായ ഒരു കാര്യമല്ല അല്ലേ? If it, it is surprising. അത് വളരെ അതിശയമായിരിക്കുന്നു. Now, if it was such a burdensome problem in Apostle's life, will he only pray 3 times for that? അത്രയധികം വിഷമകരമായ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ 3 പ്രാവശ്യമേ പ്രാർത്ഥിക്കത്തുള്ളൂ. No, if you go and share with other people this today, brother, I prayed for my affliction 3 times, they will laugh at us. ബ്രദറെ, എന്റെ ആ പ്രയാസത്തെ സംബന്ധിച്ച് ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. They will say, no, that shows your lack of faith or your lack of perseverance. അവർ പറയുന്നത് നിനക്ക് തുടർച്ചയായി പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, നിന്റെ അവിശ്വാസമാണ് അത് പ്രകടമാക്കുന്നതെന്ന് അവർ പറയാനിടയാവും. But Paul very clearly says, I pleaded with the Lord 3 times. പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിനോട് 3 വട്ടം അപേക്ഷിച്ചു. Brothers and sisters, the reason why Paul did not pray more than 3 times is God gave him the answer. ദൈവം അവന് മറുപടി കൊടുത്തു എന്നുള്ളത് അവൻ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് 3 വട്ടത്തിലധികം അവൻ പ്രാർത്ഥിക്കാതെ ഇരുന്നത്. No, he did not go on and on and on and praying, asking God, deliver me, Lord, deliver me, because God had given him a definite answer. ദൈവം നിശ്ചയമായ ഒരു മറുപടി അവന് നൽകിയത് കൊണ്ടാണ് തുടർച്ചയായിട്ട് ദൈവമേ നീ എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവൻ ഇരിക്കാതെ ഇരുന്നത്. Brothers, if you look at, brothers and sisters, if you look at verse 9, സഹോദരങ്ങളെ, നിങ്ങൾ 9ാമത്തെ വാക്യം നോക്കുകയാണെങ്കിൽ it says, and he said to me. അവൻ എന്നോട്. In the Greek language, the verb which is used here, it's like, no, once for all, God definitely spoke to me and he said, my grace is sufficient for you, for my strength is made perfect in weakness. അതിന്റെ ഗ്രീക്ക് പരിഭാഷ മൂലഭാഷയെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ കണിശമായും കൃത്യമായും അത് എഴുതിയിരിക്കുന്നത് ഒരു കാര്യം ഇതുള്ള ബന്ധത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, അത് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ള. It's like, no, you prayed 3 times and the Lord listened to your prayer and then gave you a definite answer, and this is the answer, once for all, my grace is sufficient for you. നീ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ദൈവം അത് കേട്ടു, കർത്താവ് നിശ്ചയമായ ഒരു മറുപടി നിനക്ക് തന്നു. ആ മറുപടി എന്നുള്ളത് എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള മറുപടിയായിരുന്നു. Brothers and sisters, I am sure this is something very disappointing, isn't it? സഹോദരങ്ങളെ, ഇത് ഒരു നിരാശപ്പെടുത്തുന്ന മറുപടി അല്ലേ? Now you pray to God for deliverance. വിടുതലിനായിട്ട് കർത്താവിനോട് അപേക്ഷിച്ചു. This is something now that is tormenting you daily. ഓരോ ദിവസവും നിരന്തരമായി നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു വിഷയം. This is something now that is affecting your body and also your mind. നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ വിഷമത്തിലായിരിക്കുന്ന വിഷയം. And it is also no declining. It is also a cause for declining of your enthusiasm. നിങ്ങളുടെ ആ ഒരു ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന ഒരു വിഷയം. And you pray to God with so much of faith. വളരെ വിശ്വാസത്തോടെ നാം കർത്താവിനോട് പ്രാർത്ഥിച്ചതാണ്. But then now the Lord says, no miracle for you, no deliverance for you. കർത്താവ് മറുപടി പറയുന്നത്, ആ കാര്യത്തിൽ നിനക്ക് വിടുതലില്ല, നിനക്കായിട്ട് ഒരു അത്ഭുതവുമില്ല എന്നുള്ളതാണ്. I have listened to your prayer and my answer is, I am not going to do any miracle in your life. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, നിനക്കുള്ള മറുപടി എന്നുള്ളത് നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Isn't that disappointing? അത് വളരെ നിരാശാഭരിതമല്ലേ? Brothers and sisters, if you look at Apostle Paul's life, അപ്പോസ്തലനായ പൗലോസിനെ, പ്രിയ സഹോദരങ്ങളെ, അവന്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയാൽ he was a channel of blessing. He was a man who caused so many miracles and deliverance in the lives of other people. അനേകർക്ക് അത്ഭുതങ്ങളെ പകർന്നു കൊടുത്ത, ആശ്വാസം കൊടുത്ത, അനുഗ്രഹങ്ങളെ കൊടുത്ത ഒരു വ്യക്തിയാണ് അവൻ. Look at Acts chapter 19, verse 11 and 12. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നോക്കുക. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീരപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും
രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. Brothers and sisters, can you think of this situation? സഹോദരി സഹോദരന്മാരെ, ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? No, you are being used by God to deliver many other people. അനേകരെ വിടുവിക്കുവാനായിട്ട്, സൗഖ്യമാക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയാണ്. But in your own life, when you pleaded with God with so much of faith, the Lord said, I am not going to do that miracle in your life. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ ക്ലേശത്തിന്റെ മുഖത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ആ ക്ലേശത്ത് നിന്നെ വിടുവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Brothers and sisters, sometimes we may not really understand how God deals with us. സഹോദരി സഹോദരങ്ങളെ, നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല. Now, we are all talking about COVID crisis now. കോവിഡിന്റെ ഭീകരതയെ കുറിച്ച് നാം എല്ലാം സംസാരിക്കുന്നുണ്ട്. And in one way or the other, this has affected all of us. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ ഓരോരുത്തരെയും ഇത് ബാധിച്ചിട്ടുമുണ്ട്. Your problem, your crisis may not be mine. My crisis may not be yours. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല എന്റേത്, എന്റെ പ്രശ്നമായിരിക്കില്ല നിങ്ങളുടേത്. Maybe we all have something in our lives that is tormenting, like the thorn in the flesh in the life of Apostle Paul. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെയും തുടർച്ചയായി നമ്മെ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ട് എന്ന് വരാം. A debilitating problem, something that affects you daily. നിങ്ങളെ ഓരോ ദിവസവും ക്ലേശിപ്പിക്കുന്ന ഒരു പ്രയാസം. Something that makes you feel frustrated. നിങ്ങളെ നിരാശയുടെ പടുകുഴിയിലാക്കി കളയുന്ന ഒരു പ്രയാസം. Something that recurs again and again. അത് തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം. And you have prayed not 3 times, you have prayed 3 times daily. But still no deliverance. എല്ലാ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതൽ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. To Apostle Paul, the Lord said, no deliverance, no miracle for you, but instead of that, I am going to give you something else. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് കർത്താവ് പറയുകയാണ്, ഒരു അത്ഭുതവും പ്രവർത്തിക്കാൻ പോകുന്നില്ല, നിനക്ക് അതിൽ നിന്ന് വിടുതലും തരാൻ പോകുന്നില്ല, പക്ഷേ മറ്റൊരു കാര്യം നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. No, it is like God looking at Paul and saying, you asked for something which are denied, but I'm going to give you something that you didn't ask for. പൗലോസ് നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നീ എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ അത് നിനക്ക് തരാൻ പോകുന്നില്ല, പക്ഷെ നീ ചോദിക്കാത്ത മറ്റൊരു കാര്യം നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. Brothers and sisters, if you look at this verse, my grace and my strength. ഈ വാക്യം നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ 9ാമത്തെ വാക്യം, എന്റെ കൃപ എന്റെ ശക്തി. Amazing. God is saying, Paul, I'm not going to do a miracle in your life. I'm not going to deliver you from that affliction, but I am going to give you my grace and my strength. അതിശയകരമായിരിക്കുന്നു, നിന്റെ ക്ലേശത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കുന്നില്ല, നിന്റെ ശരീരത്തിന് ഒരു അത്ഭുത പ്രവൃത്തി ഞാൻ ചെയ്തു തരുന്നുമില്ല, പക്ഷേ ഞാൻ നിനക്ക് തരുന്നത് എന്റെ കൃപ എന്റെ ശക്തി, അതാണ്. And you know what? After saying that, the Lord himself is assuring Paul that will be sufficient. അത് പറയുന്നതിന് ശേഷം കർത്താവ് പൗലോസിനോട് പറയുകയാണ്, അത് നിനക്ക് മതി. Paul, I know that is sufficient for you. അത് നിനക്ക് മതി എന്ന് എനിക്കറിയാം. It will take care of all your problems. നിന്റെ എല്ലാ പ്രയാസങ്ങളെയും അത് കൈകാര്യം ചെയ്യുവാൻ പര്യാപ്തമാണ്. This is more than enough for this tormenting affliction. ഈ നിനക്ക് തുടർമാനമായി ഉണ്ടാകുന്ന ക്ലേശത്തില് നിന്നെ സഹായിക്കുവാൻ അത് മതിയാവുന്നതാണെന്ന് എനിക്കറിയാം. Brothers and sisters, if you look at the scripture, every now and then, വചനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ every now and then you can see this act of God. അനേക സാഹചര്യങ്ങളിൽ കർത്താവിന്റെ ഇത്തരത്തിലുള്ള നമ്മോടുള്ള ഇടപാട് നമുക്ക് കാണുവാൻ സാധിക്കും. Whenever the Lord does not take a burden, an affliction away from our lives, God always comes to us and says, I am going to give you my grace. കർത്താവ് ഒരു ഭാരം, ഒരു ക്ലേശം, പ്രയാസം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല എങ്കിൽ കർത്താവ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എന്റെ കൃപ എന്റെ ശക്തി നിനക്ക് മതി. Let me just show you 2 examples in the scripture. 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കാട്ടിത്തരട്ടെ. In 1 Samuel chapter 1, 1 ശമൂവേൽ 1-ാം അധ്യായത്തില് we read about Hannah.
ഹന്നയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. You know what her burden was. അവളുടെ പ്രയാസം എന്തായിരുന്നു നമുക്കറിയാം. We know what her affliction was. അവളുടെ പീഡ എന്തായിരുന്നു നമുക്കറിയാം. She didn't have a അവളുടെ child. പ്രാർത്ഥന എന്തായിരുന്നു നമുക്കറിയാം. She didn't have a child. അവൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. Because she didn't have a child, others looked down at her. അവൾക്കൊരു കുഞ്ഞില്ലായിരുന്നുകൊണ്ട് മറ്റുള്ളവർ അവളെ പരിഹാസത്തോടെ നോക്കിയാണ്. It was something now with which she daily cried out to the Lord. ഓരോ ദിവസവും അവൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. Something that affected deeply in her mind. അവളുടെ മാനസികാവസ്ഥ വളരെ തകർത്ത് കളയുന്ന ഒരു വിഷയം. But do you realize that even during that time, when the Lord had not taken away her burden, God had given grace to her in the form of a loving husband. അവളുടെ ആ കുഞ്ഞില്ലാതെ ഇരുന്ന വിഷമസന്ധിക്കിടയിലും ആ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാകാതിരുന്നപ്പോ തന്നെ ഒരു സ്നേഹനിധിയായ ഭർത്താവിനെ ദൈവം അവൾക്ക് ദാനം ചെയ്തിരുന്നു. Now in those days, you know, brothers and sisters, if a woman is not able to bear a child, the husband could just ignore, throw her away. ആ കാലഘട്ടത്തിൽ ആ ഒരു ഭാര്യയ്ക്ക് കുഞ്ഞുണ്ടാവുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകുന്ന ഭർത്താക്കന്മാരായിരുന്നു അധികവും. But you know what? Look at the way Elkanah is talking to her. എൽക്കാന അവളോട് പറയുന്നത് നോക്കുക. 1 Samuel chapter 1 verse 8. 1 ശമൂവേൽ 1:8 വാക്യം. Hannah, why do you weep? Why do you not eat? And why is your heart grieved? Am I not better to you than 10 sons? നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. That was God's grace in the life of Hannah. ഹന്നയുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ കൃപ അതായിരുന്നു. Although she did not have a child for many years, during those testing times, she had this loving husband. അനേക വർഷങ്ങളിൽ അവൾക്കൊരു കുഞ്ഞില്ലാതെ അവൾ വ്യസനിച്ചിരുന്നപ്പോഴും ആ ഒരു ഭർത്താവിന്റെ പിന്തുണ അവൾക്കുണ്ടായിരുന്നു. In the same way, brothers and sisters, Apostle Paul, in another circumstance, he was under house imprisonment in Rome. പ്രിയമുള്ളവരെ, മറ്റൊരു സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമയിൽ വീട്ടുതടങ്കലിലായിരുന്നു. And then no, he had to pay his own rent. അവൻ തന്നെ കൂലിക്കെടുത്ത റെന്റിനെടുത്ത വീട്. Yeah, he was waiting for the trial. അവന്റെ ആ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. And then this problem went on for almost 2 years. 2 വർഷത്തോളം ഈ പ്രയാസം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Imagine this. You are paying money from your pocket, and then this goes on and on and on. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നാം പണം മുടക്കി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, പക്ഷേ അതിനൊരു സാഹചര്യം, അതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. But brothers and sisters, you know what? Paul, on one side, he was praying for deliverance. സഹോദരന്മാരെ, ഒരു ഭാഗത്ത് അവൻ ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ God had provided him the grace that he needed. ദൈവം അവൻ ആവശ്യമുള്ള കൃപ നൽകി കൊടുക്കുകയാണ്. In chapter 4, Paul talks about it in the book of Philippians. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൽ അത് അവൻ പറയുന്നുണ്ട്. If you look at, maybe we'll read that verse 16 to 18. Chapter 4, verse 16 to 18. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനായ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ചു തൃപ്തനായിരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. Brothers and sisters, Paul was still under house arrest. സഹോദരന്മാരെ, ആ പൗലോസ് അപ്പോഴും വീട്ടുതടങ്കലിലാണ്. But at the same time, God had given him grace. അതേസമയം ദൈവം അവന് ധാരാളമായ കൃപ നൽകി. He met all his needs. അവന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് പരിഹരിച്ചു കൊടുത്തു. Whatever need that he had in that situation, God provided them in miraculous ways. ആ സാഹചര്യത്തിൽ അവൻ എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നോ കർത്താവ് അത് അവന് നൽകി കൊടുത്തു. That is how God works even in your life and my life. നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും കർത്താവ് ചെയ്യുന്നത് അത് തന്നെയാണ്. He is going to supply us with his grace and strength. കർത്താവ് അവന്റെ കൃപയും ശക്തിയും നമുക്ക് ധാരാളമായി തരും.
Now, towards the end, if you look at this passage, how did Paul react to this situation? അവസാനത്തില് ഈ ഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ആ കർത്താവ് അവനോട് സംസാരിച്ചതിന് എന്താണ് അവൻ പ്രതികരിച്ചതെന്ന് കാണുവാൻ സാധിക്കും. How did Paul respond after the Lord said, I'm not going to deliver you? ഞാൻ നിന്നെ വിടുവിക്കാൻ പോകുന്നില്ലെന്ന് ദൈവം പറഞ്ഞതിന് എന്ത് മറുപടിയാണ് അവൻ പറഞ്ഞത്? Look at verse 9 from second part. 9ാമത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം വായിക്കുക. Therefore, most gladly I will rather boast in my infirmities, that the power of Christ may rest upon me. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. Now, you know what? When the Lord had given him an answer that he's not going to deliver him, Paul now responds to God by saying, Lord, from now on, I will decide to boast in my infirmities. ആ കർത്താവ് അവന്റെ ആഗ്രഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല, അവനെ വിടുവിച്ചില്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിയപ്പോ അവൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. കർത്താവേ, ഇനി മുതൽ ഞാൻ എന്റെ ബലഹീനതകളെ പ്രശംസിക്കും. Now, thorn in the flesh was referring to one affliction. ഒരു ശൂലം, ജഡത്തിലെ ഒരു ശൂലം എന്നുള്ളത് ഒരു ക്ലേശത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Now, Paul is extrapolating that to all other difficulties in his life. ആ ഒരു ക്ലേശം അവൻ ഇവിടെ മറുപടി പറയുമ്പോൾ അവന്റെ എല്ലാ ക്ലേശങ്ങളെയും സംബന്ധിച്ച് അവൻ അത് പരിഗണിക്കുകയാണ്. Look at verse 10. 10ാമത്തെ വാക്യമാക്കുക. Not only about this thorn in the flesh, but I take pleasure in infirmities, in reproaches, in needs, in persecutions, in distresses, for Christ's sake. When I am weak, then I am strong. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. I am not going to boast only about this thorn in the flesh. From now on, whatever weaknesses that is going to come in my life, I am going to have the same grace-filled attitude. ഞാൻ പ്രാർത്ഥിച്ച എന്റെ ജഡത്തിലെ ഈ ഒരു ബലഹീനതയെ കുറിച്ച് ഞാൻ പ്രശംസിക്കുമെന്നല്ല, എന്റെ ജീവിതത്തിൽ ഇനിയുള്ള എല്ലാ ബലഹീനതകളെയും സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Now the question, most important question, how could Paul do this? ഏറ്റവും പ്രധാന ചോദ്യം, പൗലോസിന് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുക? How could he come to this mindset? അവന് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ വരാൻ കഴിയുന്നു? I want to talk about 3 things and then conclude. 3 കാര്യങ്ങൾ അതേ സംബന്ധിച്ച് പറഞ്ഞ് നാം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Paul accepted his affliction as God's design for his life. അവന്റെ ജീവിതത്തിലെ ദൈവിക പദ്ധതിയാണ് അവന്റെ കഷ്ടതയെന്ന് അവൻ അംഗീകരിക്കുകയാണ്. Brothers and sisters, if you look at that verse 7 again, 7ാമത്തെ വാക്യം ഒന്നുകൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, it says, a thorn in the flesh was given to me. ജഡത്തിൽ ഒരു ശൂലം എനിക്ക് തന്നിരിക്കുന്നു. Who has given that? ആരാണ് എനിക്കത് തന്നത്? Satan is using to torment him, but who has given it? സാത്താൻ അവനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ആ കൊടുത്തത് ആരാണ്? He acknowledges, this is God's design for my life. എന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതിയാണിതെന്ന് അവൻ, Lord, you have allowed this to happen, therefore I receive it, Lord. ദൈവമേ, നീ അത് അനുവദിച്ചു, അതുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. No, that is why after this Paul did not battle with God. ദൈവത്തിനോട് ഇതിനു ശേഷം അവൻ ആ വിഷയത്തെ സംബന്ധിച്ച് അപേക്ഷിക്കുന്നില്ല. He didn't even pray about it after this. ആ വിഷയത്തെ കുറിച്ച് അവൻ പ്രാർത്ഥിക്കുന്നതേ ഇല്ല. He didn't have any grudge or bitterness against God. അവൻ അതിനെ സംബന്ധിച്ച് ഒരു കയ്പും വെച്ചുകൊണ്ടിരിക്കുന്നില്ല. He accepted, this is God's design for my life. എന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതിയാണെന്ന് അവൻ അംഗീകരിക്കുകയാണ്. A man of God beautifully said, oh, if you knew what power there is in an accepted sorrow. എന്ത് ശക്തിയാണ് ആ ഒരു ദുഃഖത്തിലുള്ളതെന്ന് നീ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നീ അത് ആസ്വദിക്കുമായിരുന്നു. It is like, no, when you start accepting a sorrow, there is power in it. ഒരു ദുഃഖം നിനക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ളിൽ ഒരു ശക്തിയുണ്ട്. It is given for you from God.
ആ ശക്തി എന്നുള്ളത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ശക്തിയാണ്. Brothers and sisters, we all know that amazing Malayalam hymn written by Sadhu Kochunju Ubadesi when he lost his 9-year-old son. The verses, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എന്റെ കയ്യിൽ തന്നാൽ. I tell you, that is the secret. To know this tragedy, this sorrow, this pain has been given to me by God. സാധു കൊച്ചുഞ്ഞുദേശ് തന്റെ 9 വയസ്സുള്ള മകൻ വേർപെട്ടു പോയപ്പോൾ താൻ പറയുകയാണ്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എന്റെ കയ്യിൽ തന്നാൽ. കർത്താവാണ് അതിന്റെ കയ്യിൽ ഫലമേൽപ്പിച്ചതെന്ന് വ്യക്തമായിട്ട് ആ ദൈവ മനുഷ്യൻ മനസ്സിലാക്കിയായിരുന്നു. John Piper, another man of God, when he was diagnosed with prostate cancer in his life, ജോൺ പൈപ്പർ എന്ന് പറയുന്ന മഹാനായ ദേവദാസൻ അവന് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി. During that time, no, he wrote a small booklet just before the surgery. Don't waste your cancer. നിങ്ങളുടെ ക്യാൻസറിനെ നഷ്ടമാക്കി കളയരുത് എന്നൊരു ചെറിയ ബുക്ക് അവൻ എഴുതുകയുണ്ടായി. That's the title of the book. Don't waste your cancer. നിങ്ങളുടെ ക്യാൻസറിനെ നഷ്ടമാക്കി കളയരുത്. You know how we can waste that opportunity? ആ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് നഷ്ടമാക്കാൻ സാധിക്കുന്നത്? അത് നടക്കുന്ന കാര്യമാണ്. If you're not going to accept it, this is God given. If you're going to fight it, if you're going to resist God, then you're going to make your life miserable. ഇത് ദൈവം തന്നതല്ലേ എന്ന് വിശ്വസിക്കുകയും ഇതിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിതം നിങ്ങൾ ദുഷ്കരമാക്കുകയാണ് ചെയ്യുന്നത്. So John Piper says, I accept it not because there is no other way. വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ല. I accept it because this is God designed affliction in my life. എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവിക പദ്ധതി ആയതുകൊണ്ട് തന്നെ ഞാനത് അംഗീകരിക്കുകയാണ്, അല്ലാതെ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അംഗീകരിക്കുകയല്ല. Brothers and sisters, for a child of God, there is nothing called as fate. സഹോദരി സഹോദരന്മാരെ, ഭാഗ്യം എന്നുള്ളത് ഒരു ദൈവ മക്കളുടെ പദമല്ല. No, I don't know whether fate is vidhi എന്ന് പറയും, തലവിധി. In Tamil Nadu they say no, ഇത് എന്റെ തലവിധി. So for a child of God, there is nothing called as fate. വിധി എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ ഒരു വാക്കല്ല, അങ്ങനെ ഒരു വാക്കില്ല. Paul understood that. പൗലോസ് അത് നന്നായി മനസ്സിലാക്കി. He didn't say this thorn in my flesh is my fate. He didn't say that. എന്റെ ജഡത്തിലെ ഈ ശൂലം എന്നുള്ളത് എന്റെ വിധിയാണെന്ന് അവൻ പറയുകയില്ല. He accepted it. This is given to me by God. ഇത് ദൈവം എനിക്ക് നൽകിയതാണെന്ന് അവൻ പറയുകയാണ്. Because he understood who God is. ദൈവം ആരാണെന്ന് അവൻ അറിയാം. He understood God's nature. ദൈവത്തിന്റെ സ്വഭാവം അവൻ അറിയാം. My God is good and sovereign. എന്റെ ദൈവം സർവശക്തനും നല്ലവനുമാണ്. So I tell you, even in that song, beautiful song, where no Sadhu Kochunju Ubadesi, he says, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, then he goes on to say why he is able to accept it. ദോഷമായിട്ട് ഒന്നും എന്നോട് എന്റെ ദാതൻ ചെയ്യുകയില്ല, അതാണ് ഉറപ്പ്. എന്തടിസ്ഥാനത്തിലാണ് അവൻ ആ പാനപാത്രം, ദുഃഖത്തിന്റെ പാനപാത്രം സ്വീകരിച്ചതെന്ന് അവനോട് ചോദിച്ചാൽ, ആ പാട്ടിൽ പിന്നെയും അവൻ എഴുതുന്നുണ്ട്, ദോഷമായിട്ട് എന്റെ താതൻ എന്നോടൊന്നും ചെയ്യുകയില്ല. Brothers and sisters, if you really know who this God is, then whatever afflictions he is going to allow in our lives, we will be able to accept it as given from him. ഈ ദൈവം ആരാണെന്ന് വ്യക്തിപരമായി നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം അനുവദിക്കുന്ന ക്ലേശങ്ങൾ സ്വമനസാലെ ദൈവത്തിൽ നിന്ന് അംഗീകരിക്കുവാൻ നാം തയ്യാറാവും. Not only that, the reason why Paul started boasting in his weaknesses, തന്റെ ബലഹീനതകളെ പ്രശംസിക്കുവാൻ പൗലോസ് ആരംഭിച്ചത് അതുകൊണ്ട് മാത്രമല്ല. Paul understood that there is a purpose for every affliction. എല്ലാ ക്ലേശങ്ങൾക്കും ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. Brothers and sisters, let me say this, God doesn't do anything chumma. സഹോദരി സഹോദരങ്ങളെ, ചുമ്മാതൊന്നും ചെയ്യുന്നവനല്ല ദൈവം. Now sometimes no, we all have this, no, endina brother vannu chumma vannu chumma poi chumma kandu. God doesn't do anything chumma in our lives. ഞാൻ ചുമ്മാ വന്നതാണ്, ചുമ്മാ അങ്ങോട്ട് പോയതാണ്, ചുമ്മാ അത് കണ്ടതാണ്, അങ്ങനെ ഒരു കാര്യം ദൈവത്തിനില്ല. Whatever God does in the life of his children, he always has a purpose behind it. ദൈവം അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവിക പദ്ധതി അവനിലുള്ള പൂർത്തീകരണത്തിനായിട്ടാണ്. Now Paul understood this.
പൗലോസിന് അത് മനസ്സിലാക്കി. Look at verse 7. Look at verse 7. ഏഴാമത്തെ വാക്യം നോക്കുക. ആ. വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. Now the purpose for which God has given this affliction, painful affliction in my life, is to sanctify me, to keep me away from pride. എന്നെ നിഗളത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ടും അത്തരത്തിൽ എന്നെ ശുദ്ധീകരിക്കുവാനായിട്ടുമാണ് ഈ ശൂലം എനിക്ക് ദൈവം നൽകിയത്. So God always has a purpose in every affliction that he allows. എല്ലാ ക്ലേശത്തിലും കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. Brothers and sisters, have you ever thought about this? നമ്മളിങ്ങനെ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? A man of God said, there is something worse than sickness, and that is sin. ഒരു രോഗത്തെക്കാളും കഠിനമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് പാപം എന്നുള്ളതാണ്. And the worst kind of sin is pride. ആ പാപത്തിന്റെ ഗണത്തിൽ ഏറ്റവും കഠിനമായ പാപം എന്നുള്ളത് നിഗളമാണ്. So in order to rescue Paul from pride, which is the worst sin, God allowed an affliction in his life. നിഗളമെന്നുള്ള ആ വലിയ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാനായിട്ട് ഒരു ചെറിയ ശൂലം അവന് ശരീരത്തിൽ കൊടുക്കുകയാണ്. Brothers and sisters, for God, what is his greatest desire for your life and my life? സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളെയും എന്നെയും സംബന്ധിച്ച് എന്താണ്? It is not to give you a long life, a problemless life, a life without sickness. That is not God's greatest desire. യാതൊരു പ്രയാസവും യാതൊരു രോഗവും ഇല്ലാത്ത ദീർഘമായ ഒരു ആയുസ് നിങ്ങൾക്കെല്ലാം നൽകാം എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി. You know what is God's greatest desire for you and me? ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളെയും എന്നെയും സംബന്ധിച്ച് എന്താണ്? In Romans chapter 8 verse 29 we read. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. Romans 8:28 we all know, but we should also know Romans 8:29. 8:28 നമുക്കെല്ലാം അറിയാം റോമാലേഖനം, പക്ഷെ 8:29 നാം അറിയുവാനായിട്ട് ആവശ്യമുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. Brothers and sisters, please do not forget this. God's greatest desire for your life and my life is that we be transformed to the likeness of his son Jesus Christ. നമ്മെ സംബന്ധിച്ച് കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരാവുക എന്നുള്ളതാണ്. So in order for that purpose to be fulfilled in your life and my life, sometimes he may even send an affliction for sanctifying us. കർത്താവ് തന്റെ ഒരു ആഗ്രഹം നിവർത്തിക്കുവാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അങ്ങനെ ഒരു ക്ലേശം നമ്മുടെ ജീവിതത്തിൽ അയച്ചു എന്ന് വരാം. You know what? When I was in 2017, when I was diagnosed with that malignancy, it was a very difficult time. 2017 എനിക്ക് ഒരു അസുഖം പിടിപെട്ടപ്പോൾ വളരെയധികം പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടായി. And during that time, there was one song that gave me a lot of encouragement. ഒരു പാട്ട് എനിക്ക് വളരെ പ്രോത്സാഹനം നൽകി. That song became very popular and viral. A song written by an Achan, Sajan Achan. സാജൻ അച്ഛനാണ് ആ പാട്ട് എഴുതിയത്. വളരെയധികം പ്രശസ്തമാവുകയുണ്ടായി. And നമുക്കറിയാം അല്ലെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. Then he goes on to say, അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, അത് പറഞ്ഞതിന് ശേഷം താൻ ഇങ്ങനെ പറയുകയാണ്. Then he goes on to say in the stanza, മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാണ്. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്ക് ദാതൻ ഒരുക്കുന്നതാണ്. എൻ ജീവിതത്തിന് നന്നായി വരുവാനായി എന്റെ പേർക്ക് താതൻ ഒരുക്കുന്നതാണ് അതൊക്കെയും. Do you believe that? അത് നാം വിശ്വസിക്കുന്നുണ്ടോ? That's an amazing thing. അതിശയകരമായ ഒരു കാര്യമല്ലേ അത്? So once you begin to see your affliction as something that God has given you, so that you are refined and you become like his son Jesus, then you can accept it.
കർത്താവിനോട് അനുരൂപരാകുവാനായിട്ട് ആ ക്ലേശത്തിലൂടെ നമ്മെ കടത്തിവിട്ട് നമ്മെ ശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ദൈവിക പദ്ധതി എന്നുള്ളത്. Brothers and sisters, Paul also understood. He boasted in his weaknesses because Paul also understood that this weakness made him completely rely on God. തന്റെ ബലഹീനതയിൽ അവൻ പ്രശംസിക്കുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അവൻ മനസ്സിലാക്കിയ കാര്യം കർത്താവിൽ അമിതമായി ആശ്രയിക്കുവാൻ അത് ഇടയായി തീരും എന്നുള്ളത്. I cannot trust in my strength anymore. എന്റെ ശക്തിയിൽ എനിക്കിനി പ്രശംസിക്കുവാനായിട്ട് കഴിവില്ല. I cannot live my life based on my strength anymore. എന്റെ ശക്തി അനുസരിച്ച് ജീവിക്കുവാനുള്ള ത്രാണി ഇനി എനിക്കില്ല. But God has said that his strength is going to be enough. അവന്റെ ശക്തി എനിക്ക് മതിയെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. And therefore the power of Christ may rest on me. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. Brothers and sisters, do you remember this story where Moses was sent to meet Pharaoh? മോശ ഫറവോനെ കാണാൻ പോകുന്ന കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? He had this stammering tongue. He said, അവൻ പറഞ്ഞു, ഞാൻ വിക്കനാണ്. I cannot go and speak to such a man. അങ്ങനെ ഒരു മനുഷ്യനോട് പോയി സംസാരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. So there was so much of weakness that Moses felt. അവന് വളരെയധികം ശക്തിക്ഷയം ഉണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലാക്കി. But what did the Lord tell him? ദൈവം എന്താണ് പറഞ്ഞത്? I am going to be with you with your mouth. ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും. You know what? So that means every time when Moses went there, he always felt, "Ayyo, how will I face Pharaoh today?" എപ്പോഴൊക്കെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോയോ അവൻ വിചാരിക്കുകയാണ്, ഇന്ന് എങ്ങനെ ഞാൻ ഫറവോനെ അഭിമുഖീകരിക്കും. Then he will remember, it is not me who is going to stand there with my strength, but God is with me. He is going to strengthen me. അപ്പോൾ അവൻ വിചാരിക്കുകയാണ്, ഞാനല്ല സംസാരിക്കുവാനായി പോകുന്നത്, എന്നോട് ദൈവം എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്കായി സംസാരിക്കുവാൻ പോവുകയാണിന്ന്. I don't know whether you have read the story of Charles Spurgeon. ചാൾസ് സ്പർജന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? He was an amazing preacher. വളരെ പ്രശസ്തനായ ഒരു പ്രാസംഗികനായിരുന്നു താൻ. He was called as Prince of Preachers. പ്രസംഗികളുടെ പ്രഭു എന്നാണ് തന്നെ അറിയപ്പെട്ടത്. But if you look at his daily life, he had many afflictions. തന്റെ ജീവിതത്തിൽ വളരെ ക്ലേശങ്ങൾ താൻ സഹിച്ചവനാണ്. He had a very serious problem called gout. ഗൗട്ട് എന്ന് പറയുന്ന ഒരു അസുഖം തന്നെ ബാധിച്ചിരുന്നു. It will paralyze him anytime. ഏത് സമയത്തും അവനെ തളർത്തിക്കളയുന്ന ഒരു അസുഖമാണത്. Sometimes no, he wouldn't be able to get up from bed in the morning. അവന് രാവിലെ ഒരു പക്ഷെ എഴുന്നേക്കാൻ കഴിയത്തില്ല ചില ദിവസങ്ങളിൽ. You know what Spurgeon said? സ്പർജൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? God has given me this affliction so that I need to rely on his strength every moment of my life. ഓരോ നിമിഷത്തിലും അവന്റെ ശക്തിയിൽ ആശ്രയിക്കുവാനായി ദൈവം എനിക്ക് തന്നതാണ് ആ രോഗമെന്ന് അവൻ പറയുകയാണ്. And I want to conclude, my dear brothers and sisters, Paul also understood that this affliction or these afflictions in his life also has another purpose. That is so that he can comfort others. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തനിക്ക് ശക്തി ലഭിക്കേണ്ടതിനാണ് ഈ ഒരു ശൂലം തനിക്ക് നൽകിയിരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കിയുണ്ടായി. That is a powerful ministry. അത് വളരെ ശക്തമായ ഒരു ശുശ്രൂഷയാണ്. Brothers and sisters, if you are not broken, you will never be able to serve broken people. നിങ്ങൾ തകർച്ച അനുഭവിക്കുന്നില്ല എങ്കിൽ തകർന്ന ഒരാളെ എങ്ങനെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയും? If you look at 2 Corinthians chapter 1 verse 3 to 6. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, Can you please read that? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഞങ്ങളെ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവർ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. Brothers and sisters, thank you. Brothers and sisters, if you want to be really used by God as a channel of
blessing and comfort to other people, God has to break us. മറ്റുള്ളവർക്കൊരു അനുഗ്രഹവും ആശ്വാസവും ആകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ God has to break us first. നിങ്ങൾക്ക് ആ കഷ്ടത്തിലൂടെ കടന്നു പോകാൻ ആവശ്യമുണ്ട്. Sometimes God allows us to go through that so that later we experience God's comfort and we can comfort other people. അങ്ങനെയുള്ള ഒരു ക്ലേശത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുക വഴി മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി ഭവിക്കുവാൻ നമുക്ക് കഴിയും. Paul understood these things. That is why he said, I will boast in my weaknesses. അത് മനസ്സിലായതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. Now I tell you one example. ഞാനൊരു ഉദാഹരണം പറയട്ടെ. When I was sharing about my testimony in one of the Gulf churches, ഗൾഫിലെ ഒരു സഭയിൽ ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ, and one of the elders of that assembly, after the message was over, he came to me. ആ സഭയിലെ ഒരു മൂപ്പൻ എന്റെ അടുത്തേക്ക് മീറ്റിംഗിന് ശേഷം വന്നു. He was actually going through a difficult time in his life. തന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസത്തിലൂടെ താൻ കടന്നു പോവുകയായിരുന്നു. He was just diagnosed with the cancer. താൻ ക്യാൻസറിനെ അഭിമുഖീകരിക്കുകയായിരുന്നു. And then he had one more child in the family to be married, to be given in marriage. ഒരു കുഞ്ഞിന്റെ ഇവിടെ വിവാഹം നടക്കുവാനായിട്ട് ബാക്കിയുണ്ട്. 2 children are already settled. 2 കുഞ്ഞുങ്ങള് വിവാഹം കഴിഞ്ഞു പോയി. Now when he was diagnosed with this life-threatening disease, it was bothering him so much. Lord, I want to be living until I see my daughter get married. താൻ ആഗ്രഹിക്കുകയാണ്, ദൈവമേ എന്റെ ആ കുഞ്ഞിന്റെ വിവാഹം കഴിയുന്നവരെ എനിക്ക് ജീവിച്ചിരിക്കുവാനായിട്ട് നീ അനുവദിക്കണമേ. And then you know what, that brother, when I shared about my testimony, what I was going through at this age, he came to me and said, brother, when you spoke, it made a lot of sense and comfort to me. താൻ വന്ന് പറയുകയാണ്, ബ്രദറെ ഇന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോ എനിക്കത് വളരെ ആശ്വാസമായി ഭവിച്ചു. Brothers and sisters, that is a powerful ministry. അതൊരു വലിയ ശക്തമായ ശുശ്രൂഷയാണ്. When God breaks you and then he begins to use you, your pain, your difficulty, your frustration to bless other people. നിങ്ങളെ ദൈവം ക്ലേശത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ആർജിക്കുന്ന ആ ശക്തിയുമായി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. Therefore, I will boast in my weaknesses. അതുകൊണ്ട് ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. Let's also conclude here by looking at God said, my strength, my grace will be sufficient. Now, we'll have to cross-check whether that was sufficient for Paul. എന്റെ കൃപ എന്റെ ശക്തി നിനക്ക് മതിയെന്ന് കർത്താവ് പറഞ്ഞു. ഇനി പൗലോസിന് ചിന്തിക്കുവാനുള്ള കാര്യം, അതെ ആ കൃപയും ശക്തിയും എനിക്ക് മതിയായി വരുന്നുണ്ടോ എന്നുള്ളതാണ്. What did Paul write towards the end of his life? തന്റെ ജീവിതാവസാനത്തിൽ താൻ എഴുതി വെച്ചത് എന്താണ്? 2 Timothy chapter 4 verse 17. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. But the Lord stood with me and strengthened me so that the message might be preached fully through me and that all the Gentiles might hear. Also I was delivered out of the mouth of the lion. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. Paul's final words were these: yes, God's grace was sufficient, God's strength was sufficient for me in my life and ministry. ജീവിതാവസാനത്തിൽ അവൻ പറയുന്ന അവസാനത്തെ വാക്കുകൾ, അതെ നിന്റെ ആ കൃപ എനിക്ക് ധാരാളം മതിയായിരുന്നു, നിന്റെ ആ ശക്തി എനിക്ക് ധാരാളം മതിയായിരുന്നു. Joni Eareckson Tada was a young girl whose life was met with a very serious life-threatening disease. ജോണി എറിക്സൺ തട എന്ന പെൺകുട്ടി വളരെയധികം ഒരു ക്ലേശത്തിലൂടെ, ഒരു മഹാരോഗത്തിലൂടെ കടന്നുപോയി. She had an accident and everything below her neck became instantly paralyzed. കഴുത്തിന് താഴെ ഒരു ആക്സിഡന്റിന് ശേഷം കഴുത്തിന് താഴെ മുഴുവനും തളർന്നു പോയി. And then during the early days when she was bedridden, she used to cry to God, Lord, heal me, Lord, heal me, Lord.
അവള് കർത്താവിനോട് ആദ്യ ദിവസങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ. Lord, I'm just a young girl. My whole life is before me. Please heal me, Lord. കർത്താവേ ഞാനൊരു ചെറിയ പെൺകുട്ടിയാണല്ലോ, എന്റെ ജീവിതം ബാക്കി കിടക്കുകയാണല്ലോ, എന്നെ സൗഖ്യമാക്കണമേ. She went to many prayer meetings, healing meetings. അനേക സൗഖ്യ യോഗങ്ങളിലേക്ക് അവൾ കടന്നുപോയി. She pleaded with God several times. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അനേക പ്രാവശ്യം. God did not heal her. ദൈവം അവളെ സൗഖ്യമാക്കിയില്ല. Initially, she was very bitter. അവൾ വളരെ കയ്പ് അനുഭവിച്ചു. But gradually she understood, although God has not healed me, God has showered me with enough grace. ദൈവം എന്നെ സൗഖ്യമാക്കിയില്ല എങ്കിൽ പോലും ധാരാളമായ ദൈവകൃപ എന്റെ മേൽ അവൻ വർഷിച്ചു എന്ന് അവൾ മനസ്സിലാക്കി. She was married to a wonderful man who took care of her so well. അവളൊരു അതിമനോഹരമായ ഒരു വിവാഹ ജീവിതം, അവളുടെ ഭർത്താവ് അവളെ അവസാനം വരെയും God gave her many friends who stood with her, encouraged her, and also helped her to minister to many people. അനേക കൂട്ടുകാരെ അവൾക്ക് ലഭിച്ചു, അവളോടൊപ്പം നിൽക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ അവളോടൊപ്പം നിൽക്കുന്ന കൂട്ടുകാർ. She started painting, she started writing books, and the Lord blessed her ministry. അവൾ പെയിന്റിംഗ് ആരംഭിച്ചു, അവൾ ബുക്കുകൾ എഴുതുവാനായിട്ട് ആരംഭിച്ചു, ദൈവം അവളുടെ ശുശ്രൂഷയെ മാനിച്ചു. All that as she is still not healed. എല്ലാറ്റിന്റെയും അവസാനം അവൾ സൗഖ്യമായിരുന്നില്ല. എന്നിൽ തന്നെ almost 50 years she has been on the wheelchair. 50 വർഷം വീൽ ചെയറിൽ ഇരുന്നാണ് അവൾ ഈ ശുശ്രൂഷകളൊക്കെയും ചെയ്തത്. You know what? Recently she celebrated the day when she met that accident. അവളുടെ ജീവിതത്തിൽ അപകടമുണ്ടായ ദിവസം ഈ അടുത്ത കാലത്ത് അവൾ ആഘോഷിക്കുകയുണ്ടായി. You know what she said? എന്താണ് അവൾ പറഞ്ഞെന്നറിയാമോ? I have been on the wheelchair for 50 years, but I have been walking with my Lord Jesus. 50 വർഷം ഞാൻ ഈ വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു, എന്റെ കർത്താവിനോടൊപ്പം ഈ 50 വർഷം ഞാൻ നടക്കുകയുമായിരുന്നു. And I have experienced, I can say with confidence, His grace is sufficient. His strength is sufficient. അവന്റെ കൃപ എനിക്ക് മതി, അവന്റെ ശക്തി എനിക്ക് മതി എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ച കാര്യമാണ്. Brothers and sisters, may the Lord help us to boast in our weaknesses. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതയിൽ പ്രശംസിക്കുവാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Knowing who our God is and why He has allowed it. ആരാണ് നമ്മുടെ കർത്താവെന്ന് ഓർക്കുവാനായിട്ട്, എന്തുകൊണ്ടാണ് ആ ക്ലേശം അവൻ എനിക്ക് അനുവദിച്ചതെന്ന് ഓർക്കുവാനിടയാവട്ടെ. And all the blessings that's going to come from our afflictions. നമ്മുടെ ആ ക്ലേശത്തിലൂടെ കടന്നു വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. We'll be able to glorify Him. അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് അതിലൂടെ നമുക്കിടയാവും. May the Lord bless these words. Thank you for giving me this opportunity to minister. May God's name be glorified. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ അവസരം തന്നതിന് നന്ദി. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. താങ്ക് യു ബ്രദർ സാം ഫോർ ദി വണ്ടർഫുൾ മെസ്സേജ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ദൈവനാമത്തെ സ്തുതിക്കുന്നു. പ്രിയ സാമിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സഹോദരൻ സ്റ്റാൻലി വളരെ അനുഗ്രഹപ്രദമായി ആ ദൂത് തർജ്ജമ ചെയ്തതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ VK മാത്യു സാർ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു വാക്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നല്ല കൂട്ടം ദൈവമക്കൾ കടന്നു വന്നു, ദൈവത്തിന്റെ വചനം കേട്ടു. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയും അനേകം ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയുണ്ടായി. ഇന്ന് നിങ്ങൾ എല്ലാവരും കടന്നു വന്നതിന് സന്തോഷമുണ്ട്. അതേ സമയത്ത് തന്നെ നാളെയും എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പിന്നെയും ദൈവം നൽകുന്ന സമയം ഉപയോഗിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ പ്രിയ സഹോദരൻ ജോസ്ലി നമുക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ പാടി.
പ്രിയപ്പെട്ടവനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് പ്രത്യേകാൽ ഇന്ന് നമ്മെ എല്ലാവരെയും, പ്രത്യേകാൽ ശുശ്രൂഷ ചെയ്ത എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രിയ പാസ്റ്റർ ഷമീർ കൊല്ലം, സഹോദരൻ JC ദേവ്, ഇവാഞ്ചലിസ്റ്റ് CT ജോണിക്കുട്ടി, ജോസ് ഡാലി, കർത്തദാസൻ, ഇവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് പേര് പറയാത്തത്. നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത യോഗങ്ങളിലും നിങ്ങളെ എല്ലാവരെയും കാണാം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങളോട് സംസാരിച്ചോ? ആ ചോദ്യം ചോദിക്കണം. എന്നോടാണോ ദൈവം സംസാരിച്ചത്? ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാനായി കർത്തദാസൻ VK മാത്യുവിനെ ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി സമർപ്പിച്ച് വിനയപ്പെടുത്തിക്കൊണ്ട് ദൈവം എന്നോട് സംസാരിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടെ ഇന്ന് രാത്രി നമുക്ക് മടങ്ങിപ്പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്യു സാർ, മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്, മൈക്ക് ഇപ്പോഴും മ്യൂട്ടാണ്, അതൊന്ന് മാറ്റണം. സിജു അവിടെയുണ്ടോ? BK മാസ്റ്ററിന്റെ മൈക്ക് ഓഫ് ആണ്. സിജുവിനോടൊന്ന് പറഞ്ഞാട്ടെ. അവിടെ മൈക്ക് ഇനിയും പ്രാർത്ഥിച്ചു. കേക്കാമോ? കേൾക്കുന്നുണ്ടോ? മോർച്ചൻ പറഞ്ഞതിനോട് ചേർത്ത് ബൈബിളിന്റെ മാഹാത്മ്യം എന്നുള്ളത് വാഴയിലെ നമ്മുടെ പിതാവ് പോത്തച്ചൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് ഒരു വിശദീകരണം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. KJ കുര്യച്ചൻ സത്യപ്രകാശ് മാസികയിൽ 1940 എഴുതിയ 2 ലേഖനങ്ങൾ ഗദ്യമാണെങ്കിൽ പദ്യരൂപത്തിലുള്ളതായിട്ട് ഞാൻ KJ കുര്യച്ചന്റെ ചരിത്രം മുൻതലമുറകൾ അറിയുക എന്നാണ് പറഞ്ഞതിൽ ഇങ്ങനെയാ എഴുതിയിട്ടുണ്ടായിരുന്നു. സത്യപ്രകാശിയുടെ സഹപത്രാധിപരായിരുന്നു കുര്യച്ചൻ. ബൈബിളിലെ മാഹാത്മ്യം, കാൽവറിയിലെ ക്രൂശ്, 2 ലേഖനങ്ങൾ എന്നിവ കവിതാരൂപത്തിൽ ഗദ്യ ലേഖനമായി അദ്ദേഹം എഴുതി. ഇത് ചിലർ ഹൃദിസ്ഥമാക്കി പദ്യം പോലെ ചൊല്ലുമായിരുന്നു. ചിലർ എന്ന് പറഞ്ഞത് ഞാൻ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മുടെ വാഴയിലെ പോത്തച്ചൻ വല്യപ്പനെ ഉദ്ദേശിച്ചാണ്. അത്രമാത്രം സരളവും കാവ്യാത്മകമായിരുന്നു ആ ലേഖനങ്ങൾ. അതെ, എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. 1940-കളിൽ സത്യപ്രകാശനയിൽ EP വറീസ് പത്രാധിപരായിരുന്നതിനകത്തെ ആദ്യകാലങ്ങളിൽ കുര്യച്ചൻ എഴുതുന്ന ലേഖനങ്ങളെല്ലാം ഉപദേശ രൂപത്തിലുള്ളതല്ല, ഗദ്യരൂപത്തിൽ സാഹിത്യപരമായിട്ടുള്ള ലേഖനമായിരുന്നു. ഇത്രയും കാര്യങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓർക്കുന്നത് പോലെ 1950 മണ്ണാർത്തർ കൺവെൻഷൻ ആരംഭിച്ചു. 70ാമത്തെ വർഷത്തിൽ ഞങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ 3-4 തലമുറയുള്ളവർ പോലും പ്രവാസികളായി കഴിയുന്ന ഇടങ്ങളിൽ നിന്ന് ഇത് പങ്കെടുക്കുവാനിടയാതിന് സ്തോത്രം. അത് അവിടുത്തെ ക്രമീകരണമാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ഞങ്ങൾ അതിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയും നിന്റെ തീരുമാനങ്ങൾക്കും
അവിടുത്തെ വഴികൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ലഭിച്ച നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത് സംബന്ധിച്ച് എല്ലാവരെയും ഓർക്കണേ. ലോകത്തിലെ അനേക ഭാഗങ്ങളിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെ ഇത് സംബന്ധിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നിന്റെ നാമഹുത്തനായിട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികളിലും കർത്താവേ ദാസൻ നിന്റെ മകൻ സ്വാമിനായി സ്തോത്രം ചെയ്യുന്നു. താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ കർത്താവെ നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. ആ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യാനായി സ്റ്റാൻലിയെ ഉപയോഗിച്ചതിനായി സ്തോത്രം. കർത്താവെ അതിലുപരിയായി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാനായി ഞങ്ങളുടെ പ്രിയ യുവ സഹോദരൻ കർത്താവെ ജോസിനെ ഉപയോഗിച്ചതിനാ സ്തോത്രം. ഇതോടെ ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടുത്തെ സന്നിധിക്കായിരുന്നു. എല്ലാം നിന്റെ നന്മകൾക്കായി പറഞ്ഞിരാത്ത ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ ഞങ്ങൾ നിന്റെ വചനത്തിൽ കേട്ടത് അപ്പസ്തോലനായ പൗലോസ് ഭൗമികമായിട്ട് വളരെയധികം കാര്യങ്ങളിൽ പ്രശംസിക്കാനുണ്ടായിരുന്നു. എങ്കിലും അവൻ പ്രശംസിക്കാനിടയായി തീർന്ന ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരാതെ ഞങ്ങൾ പകർത്തുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. 3 സ്വർഗത്തോളം 14 എഴുതുമ്പോൾ 14 വർഷങ്ങൾക്ക് മുമ്പേ എടുക്കപ്പെട്ടവനായ പൗലോസ് അവന്റെ ജലത്തിൽ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ മുള്ള മാറിക്കിട്ടുവാനായി അവൻ ആഗ്രഹിക്കും, നിന്നോട് കേണപേക്ഷിക്കുകയും ചെയ്തു. എങ്കിലും അവിടുന്ന് മാറ്റിക്കൊടുത്തില്ല. ആ ജീവനാന്തം ആ മുള്ള അവനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിലും എന്റെ കൃപ നിനക്ക് മതി. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പരദേശ പ്രയാണത്തിൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണെന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. കണ്ണുനീരിന്റെയും നെടുവീർപ്പിന്റെയും അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിനം ഏർപ്പെടുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എങ്കിലും നിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് കർത്താവ് മനസ്സോ ഞങ്ങൾ നിന്റെ വചനത്തെ വായിക്കുന്ന പോലെ മനസ്സോടെ അല്ലല്ലോ നീ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് ദണ്ഡിപ്പിക്കുന്നത്. എങ്കിലും ആ സകല ആശ്വാസത്തിനുടയവനായ കർത്താവെ ഞങ്ങൾ നിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ഈ ദുഷ്ടലോകത്തിൽ വരുന്ന ദിവസങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകുവാനായി നിന്നിൽ ആശ്രയിച്ച് ധൈര്യപ്പെടാൻ ഞങ്ങളെ സഹായിക്കണേ. ലഭിച്ച നന്മകൾക്കായി സ്തോത്രം. ഇതിൽ സംബന്ധിച്ച് എല്ലാം ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ നിന്ന് കർത്താവ് പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവർ അവിടെ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷകളെയും ഈ കൺവെൻഷന് ബന്ധമായിട്ടുള്ള ദിവസങ്ങളിലൂടെ നാമഹത്വം ലഭിച്ച നന്മകൾക്കായി സ്തോത്രം. ഇതിൽ സംസാരിച്ച ദാസന്മാർക്കായി സ്തോത്രം. നല്ല നന്മകളും കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടനെ സ്തുതി തുറന്നു ആവശ്യമായ ദുഃഖത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഓർക്കണമേ. ശിയസമസ്യനായി ഭവനത്തിനായി സ്തോത്രം. ആ പ്രിയപ്പെട്ടവന്റെ പിതാവെ കർത്താവെ ലോകത്ത് മാറ്റപ്പെട്ടെങ്കിലും ഒരു ദിവസം പോലെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള കാര്യാദികളൊക്കെ ആവശ്യമായ കൃപകളൊന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴുപേരെയും കൃപയിൽ കാത്തുകളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവ് രക്ഷമായ യേശു ക്രിസ്തുവിന്റെ അതിനിസ്തുല്യമായ നാമത്തിൽ പിതാവേ കരുണകൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളോടും സംസാരിച്ച മകനോടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മകനോടും മറ്റേ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഇപ്പോഴും എല്ലായ്പ്പോഴും വരുന്ന ദിവസങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.